ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ക്രിസ്മസ് പ്രമാണിച്ചും ഈ മാസം തിരഞ്ഞെടുപ്പുണ്ടായതൊക്കെ പരിഗണിച്ച് ഈ മാസം കൂടുതൽ അരിവിഹിതമാണ് പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുകാർക്കൊക്കെ ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. വിശദ വിവരങ്ങൾക്ക് വീഡിയോ പൂർണ്ണമായും കാണുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് പോവാം. ആദ്യത്തെ അറിയിപ്പ്, കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ 2.58 ലക്ഷം റേഷൻ കാർഡുകൾ റദ്ദാക്കിയതായി കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അറിയിച്ചിരുന്നു. രാജ്യമൊട്ടാകെ 2.5 കോടിയോളം റേഷൻ കാർഡുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയത്. അനർഹരായിട്ടുള്ളവർ, ഇരട്ട റേഷൻ കാർഡുള്ളവർ, EKYC പൊരുത്തക്കേട്, അതുപോലെ മരണം, സ്ഥലം മാറ്റം തുടങ്ങിയ കാരണങ്ങളാണ് റേഷൻ കാർഡ് റദ്ദാക്കുന്നതിനായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ EKYC ആധാർ ഒതന്റിക്കേഷൻ പൂർത്തിയാക്കാത്തത് മൂലം റേഷൻ കാർഡ് റദ്ദാക്കിയിട്ടില്ലെന്നും കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം നടന്നുവെങ്കിലും സംസ്ഥാനത്ത് മഞ്ഞ റേഷൻ കാർഡുകൾ തുടരുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ക്രിസ്മസ് പ്രമാണിച്ച് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഇത്തവണ ഓണത്തിന് ശേഷം വീണ്ടും സ്പെഷ്യൽ അരി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുകൾക്ക് സാധാരണ വിഹിതമായ കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ പതിവ് പോലെ ലഭിക്കും. ഇതുകൂടാതെ ഡിസംബറിൽ അധിക വിഹിതമായ 5 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. വെള്ള റേഷൻ കാർഡിനും ഈ മാസം അരി വിഹിതം കൂടുതലുണ്ട്. നവംബർ മാസത്തിൽ 5 കിലോ അരിയായിരുന്നു വെള്ളക്കാർഡിനെങ്കിൽ ഡിസംബറിൽ ഇത് 10 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ 20 കിലോ അരി സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും എല്ലാ റേഷൻ കാർഡുകൾക്കും ഈ മാസം വാങ്ങാവുന്നതാണ്. കിലോക്ക് 25 രൂപയാണ് സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന അരിയുടെ വില. ഇതുകൂടാതെ 8 കിലോ കെ റൈസും ഉൾപ്പെടെ 13 ഇനം സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ സ്റ്റോറുകളിൽ നിന്നും ലഭിക്കും. ഇതുകൂടാതെ സപ്ലൈകോയുടെ 50-ാം വാർഷികം പ്രമാണിച്ച് സബ്സിഡി ഇല്ലാത്ത സാധനങ്ങൾ വാങ്ങുമ്പോൾ വലിയ തോതിലുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സപ്ലൈകോയുടെ നേതൃത്വത്തിലുള്ള ക്രിസ്മസ് വെയറുകൾ ഈ മാസം 20 മുതൽ ആരംഭിക്കും. വിലക്കുറവിൽ അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. നീല വെള്ള കാർഡുകാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, സംസ്ഥാനത്തിപ്പോൾ BPL റേഷൻ കാർഡ് അഥവാ PHS പിങ്ക് കാർഡിലേക്കുള്ള അപേക്ഷകൾക്കുള്ള ഒഴിവുകളുണ്ട്. അതുകൊണ്ട് നീല വെള്ള റേഷൻ കാർഡിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ഇതിനു മുമ്പ് PHS പിങ്ക് കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷകർ കുറവായിരുന്നു. അപേക്ഷിച്ച ഭൂരിഭാഗം പേർക്കും ലഭിക്കുകയും ചെയ്തിരുന്നു. പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവ് നികത്താതെ ഉള്ളതിനാൽ കേന്ദ്ര സർക്കാർ മുൻഗണനാ BPL കാർഡിൻ്റെ സ്ഥാനത്തേക്ക് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറക്കുമോ എന്ന സംശയം വന്നതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് അർഹതയുള്ള നീല വെള്ള റേഷൻ കാർഡുകാർ ഓൺലൈനായിട്ട് ഡിസംബർ 16-ാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സ്വന്തമായോ അപേക്ഷ നൽകാവുന്നതാണ്. പിങ്ക് റേഷൻ കാർഡ് ലഭിച്ചാൽ കൂടുതൽ അരി, ഗോതമ്പ്, ആട്ട വിഹിതങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അരിയും ഗോതമ്പുമെല്ലാം സൗജന്യമാണ്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ ക്ഷേമ പദ്ധതികൾക്കും അപേക്ഷിക്കുവാൻ വേണ്ടത് BPL റേഷൻ കാർഡാണ്. അതിനാൽ അർഹതയുള്ളവർ ഡിസംബർ 16-നുള്ളിൽ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണയുടെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. പുതിയ വില ലിറ്ററിന് 74 രൂപയാണ്. 6 മാസത്തിനിടെ പലതവണയായി 13 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിൽ വില വർധനയാണ് മണ്ണെണ്ണ വില വർദ്ധിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.